എവർക്കും മെട്രിക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത് സീറോ മെട്രിക്സ് എന്താണ്. സീറോ മെട്രിക്സ് ഒരു മെട്രിക്സിന്റെ എലമെന്റ്സ് എല്ലാം സീറോ ആയാൽ അത്തരം മെട്രിക്സുകളെ വിളിക്കുന്ന പേരാണ് സീറോ മെട്രിക്സ്. ഉദാഹരണത്തിന് A is equal to 0, matrix 0 of order 1 by 1. അതുകൊണ്ട് ഇതൊരു സീറോ മെട്രിക്സ് ആണ്. B is equal to 0 0 0 0. ഇതിന്റെ ഓർഡർ 2 by 2 ആണ്. എല്ലാ എലമെന്റ്സും സീറോ ആണ്. അപ്പോൾ സീറോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ for any matrix, if all elements are zeros, then that matrix is said to be a zero matrix. Zero matrix എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായി. ഇതാണ് ഒരു മെട്രിക്സിലെ എല്ലാ എലമെന്റ്സും സീറോ ആയാൽ അതിനെ നമ്മൾ സീറോ മെട്രിക്സ് എന്ന് വിളിക്കും. രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആവുന്ന എപ്പോഴാണ്? ഇനി നമുക്ക് പഠിക്കേണ്ടത് രണ്ട് മെട്രിക്സുകൾ എങ്ങനെയാണ് ഈക്വൽ ആവുന്നത്. ഉദാഹരണം, ഒരു മെട്രിക്സ് 6 എടുത്തു, അതിന് ഈക്വൽ ആയിരിക്കും എന്ത്? മെട്രിക്സ് ആണ്. അപ്പൊ അങ്ങനെ ഒരു മെട്രിക്സിന് മറ്റൊരു മെട്രിക്സ് ഈക്വൽ ആവണമെങ്കിൽ അതിലെ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഈക്വൽ ആവണം. അതിലെ ഒരേ സ്ഥാനത്തുള്ള എലമെന്റ്സ് എല്ലാം ഈക്വൽ ആയിരിക്കണം. നമുക്ക് വേറെ ഉദാഹരണം നോക്കാം. 1 2 3 4. ഈ മെട്രിക്സിന് ഈക്വൽ എന്താ? 1 2 3 4 അല്ലേ വരത്തുള്ളൂ. കാരണം എന്താ? A11 1 ആണ്, ഇവിടെയും 1 ആണ്. A12 2 ആണ്, ഇവിടെയും 2 ആണ്. A21 3 ആണ്, ഇവിടെയും അത് 3 ആണ്. A22 4 ആണ്, ഇവിടെയും 4 ആണ്. അപ്പൊ കറസ്പോണ്ടിങ് എലിമെന്റ്സ് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അപ്പൊ നമുക്ക് ഇങ്ങനെ ഡെഫിനിഷൻ പഠിക്കാം. ടു മെട്രിക്സസ് ആർ സെഡ് ടു ബി ഈക്വൽ. രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആവണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം. A is equal to B if and only if and only if each Aij is equal to Bij. A എന്ന് പറയുന്ന മെട്രിക്സിലെ ഓരോ എലിമെന്റും B എന്ന് പറയുന്ന മറ്റൊരു മെട്രിക്സിലെ എലിമെന്റ്സിന് ഈക്വൽ ആണെങ്കിൽ, എങ്ങനത്തെ എലിമെന്റ്സ്? കറസ്പോണ്ടിങ് എലിമെന്റ്സ് ഈക്വൽ ആയാൽ നമുക്ക് പറയാം രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചു. സീറോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എല്ലാ എലിമെന്റ്സും സീറോ ആയ മെട്രിക്സ് ആണ് സീറോ മെട്രിക്സ്. അടുത്തത്, രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആവണമെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഈക്വൽ ആയാലും മതി. ഈ രണ്ട് കൺസെപ്റ്റ് വെച്ചുള്ള പ്രോബ്ലംസ് ഉണ്ട്. അത് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ അതിന്റെ പ്രോബ്ലംസ് ചെയ്യാം. ഈ രണ്ട് കാര്യങ്ങൾ നോട്ടായിട്ട് കുറിച്ച് വെക്കണം. നമുക്ക് എന്തൊക്കെയാ? എന്താണ് സീറോ മെട്രിക്സ്, എന്താണ് ഈക്വൽ മെട്രിക്സ്, രണ്ടും മനസ്സിലായി. ഇനി നമുക്ക് അടുത്തതായിട്ട് രണ്ട് മെട്രിക്സിന്റെ ഓപ്പറേഷൻസ് പഠിക്കാം. ഓപ്പറേഷൻസ് ഓൺ മെട്രിസസ്. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ഓപ്പറേഷൻ ആണ് അഡിഷൻ. അഡിഷൻ പോസിബിൾ ആകണമെങ്കിൽ, രണ്ട് മെട്രിക്സുകൾ തമ്മിൽ കൂട്ടുവാൻ സാധിക്കണമെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ എത്രയേ ഉള്ളൂ? അതിന്റെ ഓർഡറുകൾ സെയിം ആയിരിക്കണം. ഓരോ മെട്രിക്സിന്റെയും ഓർഡറുകൾ സെയിം ആയിരിക്കണം. ആഡ് ചെയ്യാനുള്ള റൂൾ എന്താ? അതിന്റെ കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിൽ ആഡ് ചെയ്യണം. കറസ്പോണ്ടിങ് എന്ന് വെച്ചാൽ തുല്യ സ്ഥാനത്തുള്ള എലമെന്റ്സ് തമ്മിൽ കൂട്ടണം. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകും. ഒരു മെട്രിക്സ് 4 എടുത്തു, ഒരു മെട്രിക്സ് 6 എടുത്തു, രണ്ടും കൂടെ കൂട്ടാൻ പറഞ്ഞു. ഈ മെട്രിക്സിന്റെ ഓർഡർ 1 by 1 ആണ്, ഈ മെട്രിക്സിന്റെ ഓർഡർ 1 by 1 ആണ്. കാരണം ഇവിടെ ഒരു റോയും ഒരു കോളവും ഉണ്ട്, ഇവിടെയും ഒരു റോയും ഒരു കോളവും ഉണ്ട്. ഒന്നാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു, ഓർഡർ സെയിം ആണ്. റൂൾ എന്താ? കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിൽ കൂട്ടിയാൽ മതി. അതായത് ഒന്നാമത്തെ റോയിലെ ഒന്നാമത്തെ ആളും ഒന്നാമത്തെ റോയിലെ ഒന്നാമത്തെ ആളുടെ കൂട്ടുക, ഒന്നാമത്തെ റോയിലെ രണ്ടാമത്തെ ആളും ഒന്നാമത്തെ റോയിലെ രണ്ടാമത്തെ ആളുടെ കൂട്ടുക. ഇങ്ങനെ കറസ്പോണ്ടിങ് സ്ഥാനത്തുള്ള തമ്മിൽ കൂട്ടിക്കൊണ്ടിരിക്കണം. ഇവിടെ ഒരു എലമെന്റിനോട് എളുപ്പമാണ്. ഈ 6ഉം ഈ 4 കൂട്ടുമ്പോൾ 10 കിട്ടും. ഇതാണ് ഈ മെട്രിക്സിന്റെ സം. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. മെട്രിക്സ് 1 3 ഫസ്റ്റ് റോ ഒരു മെട്രിക്സ് പ്ലസ് 2 5. ഈ രണ്ട് മെട്രിക്സിനെ കൂട്ടാൻ പറഞ്ഞു. നോക്കി, ഇതിന്റെ ഓർഡർ 1 by 2 ആണ്, ഇതിന്റെ ഓർഡർ 1 by 2 ആണ്. ഓർഡർ സെയിം ആണ്. അടുത്ത നമ്മൾ നോക്കേണ്ടത് കറസ്പോണ്ടിങ് എലിമെന്റ്സ് ആഡ് ചെയ്യണം. അപ്പൊ നമ്മൾ മെട്രിക്സ് വരച്ചു വെച്ചിട്ട് ഈ 1 + 2 എടുക്കണം. പിന്നെ 3 + 5. എളുപ്പമാണല്ലോ. 1 2 3 5 3 8.
മറ്റേ എക്സാമ്പിൾ നോക്കാം. 1374 പ്ലസ് 4102 എങ്ങനെ ആഡ് ചെയ്യും? ഇതൊരു 2x2 മെട്രിക്സ് ആണ്. 2 റോയും 2 കോളവും. ഇതൊരു 2x2 മെട്രിക്സ് ആണ്. എന്താ റൂള്? കറസ്പോണ്ടിങ് എലമെന്റ്സ് ആഡ് ചെയ്താൽ മതി. കറസ്പോണ്ടിങ് എലമെന്റ്സ് ഏതൊക്കെയാ? ഇവിടുത്തെ 1 4 കറസ്പോണ്ടിങ് ആണ്. 1 പ്ലസ് 4. ഇവിടുത്തെ 3 ഒന്നുകൂടെ കൂടണം. 3 പ്ലസ് 1. ഇവിടുത്തെ 7 0 കൂടണം. ഇവിടുത്തെ 4 കൂടെ കൂട്ടണം. കൂട്ടുമ്പോൾ കിട്ടുന്ന ആൻസർ എഴുതി വെക്കുക. 1 4 5, 3 1 4, 7 0 7, 4 2 6. ഇതാണ് നമുക്ക് മെട്രിക്സിന്റെ അഡീഷന്റെ റൂൾ. ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം ചോദ്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പൊ നമ്മൾ പ്രാഥമികമായിട്ട് എങ്ങനെയാണ് രണ്ട് മെട്രിക്സ് നമ്മൾ ആഡ് ചെയ്യുന്നത് മാത്രമാണ് മനസ്സിലാക്കുന്നത്. രണ്ട് മെട്രിക്സ് തമ്മിൽ ആഡ് ചെയ്യണമെങ്കിൽ റൂൾ നമ്പർ 1, അതിന്റെ ഓർഡർ സെയിം ആയിരിക്കണം. എല്ലാവരും പറഞ്ഞോളൂ, ഓർഡർ മസ്റ്റ് ബി സെയിം. രണ്ടാമത്തെ കാര്യം, അതിന്റെ കറസ്പോണ്ടിങ് എലമെന്റ്സ് ആഡ് ചെയ്യുന്നതാണ് രണ്ട് മെട്രിക്സിന്റെ അഡീഷൻ എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് മെട്രിക്സ് തമ്മിൽ കൂട്ടാൻ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഓർഡർ സെയിം ആണെന്ന് നോക്കണം. രണ്ടാമതായിട്ട് അതിന്റെ ഒരേ സ്ഥാനത്തുള്ള ടേംസ് തമ്മിൽ ആഡ് ചെയ്ത് വെച്ചാൽ മതി. ഇതായിരിക്കും എന്ത് നമ്മുടെ റിസൾട്ടന്റ് മെട്രിക്സ്. ഒരേ ഓർത്തോണം, ഓർഡർ സെയിം ആയ രണ്ട് മെട്രിക്സുകൾ കൂട്ടുമ്പോൾ കിട്ടുന്ന ആൻസറിന്റെ ഓർഡറും ക്വസ്റ്റ്യന്റെ ഓർഡർ തന്നെയായിരിക്കും. നോക്കിയേ, ഇത് 1/1, ഇത് 1/1 മെട്രിക്സ് ആണ്, ഇത് 1/2 മെട്രിക്സ് ആണ്. നോക്കുക, ഇത് 2/2 മെട്രിക്സ് ആണ്. അപ്പൊ ഏത് ഓർഡർ തമ്മിലാണ് കൂട്ടുന്നത് അതേ ഓർഡറിലുള്ള ആൻസർ ആയിരിക്കും നമുക്ക് റിസൾട്ടന്റ് മെട്രിക്സ് ആയിട്ട് വരാം. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, രണ്ട് മെട്രിക്സുകളുടെ സമ്മ് മറ്റൊരു മെട്രിക്സ് ആണ്. രണ്ട് മെട്രിക്സുകളുടെ സമ്മ് എന്ന് പറയുന്നത് മൂന്നാമതൊരു മെട്രിക്സ് ആയിരിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ മെട്രിക്സ് അഡീഷന്റെ പ്രാഥമികമായ കാര്യം. നമുക്കൊരു ചോദ്യം പരിശോധിക്കാം. എ എന്ന് പറയുന്നത് ഒരു മെട്രിക്സ് ആണ് 2/2, ബി ഒരു മെട്രിക്സ് ആണ് 2/2, സി ഒരു മെട്രിക്സ് ആണ് 2/2. ഈ മൂന്ന് മെട്രിക്സും തമ്മിലുള്ള ഓപ്പറേഷൻ ആണ് പഠിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എ പ്ലസ് ബി ആണ്. അപ്പൊ എ പ്ലസ് ബി എഴുതാൻ പോകുന്നത് എ പ്ലസ് ബി സമം. നിങ്ങൾ എന്ത് ചെയ്യണം? എയും ബിയുടെ കൂട്ടണം. അപ്പൊ എ ആദ്യം എഴുതുക, പ്ലസ് ബി എഴുതുക. എയുടെ വാല്യൂസ് 2 4 3 2, ബിയുടെ വാല്യൂസ് 1 3 -2 5. എ പ്ലസ് ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്ത് ചെയ്യണം? കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിൽ കൂട്ടിയാൽ മതി. അപ്പൊ എന്താ, 2 + 1, ഈ 2ഉം ഈ 1ഉം കൂടെ കൂട്ടണം. പിന്നെ അടുത്ത എലമെന്റ് 4ഉം 3യുടെ കൂട്ടണം. രണ്ടാമത്തെ എലമെന്റ് കറസ്പോണ്ടിങ് എലമെന്റ്സ് ആഡ് ചെയ്യാൻ പഠിച്ചത് 3ഉം -2 കൂട്ടണം. അപ്പൊ 3 + -2, 2ഉം 5 കൂട്ടണം. കൂട്ടുമ്പോൾ കിട്ടുന്ന ആൻസർ കൊണ്ട് എഴുതുക. 2 1 3 ആണ്, 4 3 7 ആണ്, 3 2 പോയ 1 ആണ്, 5 2 7 ആണ്. ഇത്രേ ഉള്ളൂ. അതുപോലെ എ മൈനസ് ബി എഴുതാം. എ മൈനസ് ബി 2 4 3 2 -1 3 -2 5. നിങ്ങൾക്ക് സബ്ട്രാക്ട് ചെയ്യാൻ പറ്റും. ആഡ് ചെയ്യുന്ന പോലെ തന്നെയാണ് സബ്ട്രാക്ഷൻ. നിങ്ങൾ ഇത്രയും മാത്രം ഓർത്താൽ മതി. 2ബിന്ന് 1 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 2 - 1 1 കിട്ടും. 4ൽ 3 കുറച്ചാൽ 1 കിട്ടും. 3 -2 ആണ്. അപ്പൊ 3 + 2 5 വരും. എല്ലാവർക്കും അറിയാം ക്രിയകൾ. 3 -2 അപ്പൊ 3 + 2 5 വരും. 2 - 5 -3 വരും. പിന്നെ രണ്ട് പ്രോബ്ലം നിങ്ങൾക്കായിട്ട് സോൾവ് ചെയ്തിട്ടുണ്ട്. ബാക്കി 4 നിങ്ങൾ തന്നെത്താനെ ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നോക്കണം. നമുക്ക് എന്താ പറയുന്നത്, എ ബി സി എന്നിങ്ങനെ 3 മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ 3 മെട്രിക്സിന്റെയും ചേർത്തുള്ള ഓപ്പറേഷൻസ് ആണ്. ആദ്യം എ പ്ലസ് ബി കാണണം, എ മൈനസ് ബി കാണണം, എ പ്ലസ് സി കാണണം, എ മൈനസ് സി കാണണം, ബി പ്ലസ് സി കാണണം, ബി മൈനസ് സി കാണണം. സാമ്പിളായിട്ട് 2 നമ്മൾ ചെയ്തിട്ടുണ്ട്. ബാക്കി 4 നിങ്ങൾ തന്നെ ചെയ്ത് നോക്കാം. അടുത്ത ടോപ്പിക്ക് ഒരു സ്കെയിലാറും ഒരു മെട്രിക്സുടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ശ്രദ്ധിക്കുക, ഒരു കെ എന്ന് പറയുന്ന ഒരു സ്കെയിലാർ എ എന്ന ഒരു മെട്രിക്സുടെ ഗുണിക്കാൻ ആവശ്യപ്പെട്ടു. വളരെ സിമ്പിൾ ആണ്. സ്കെയിലാർ എന്ന് പറഞ്ഞാൽ അറിയാം, ഒരു സ്ഥിരസംഖ്യയാണ്. ഉദാഹരണം 6. 6നെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. 1 2 3 4 എന്ന് മെട്രിക്സ് ഉണ്ട്. ഇതാ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിന്റെ ജനറലായ കാര്യം പറയുന്നത്. അപ്പൊ നമ്മൾ ഒരു സ്കെയിലാർ കൊണ്ട് ഒരു മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ റൂൾ ഇത്രേ ഉള്ളൂ, മെട്രിക്സിന്റെ എല്ലായിടത്തും കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കുറച്ച് വ്യക്തമായിട്ട് പറഞ്ഞാൽ മെട്രിക്സിലെ ഓരോ എലമെന്റിനെയും കെ കൊണ്ട് ഗുണിച്ചാൽ മതി. മെട്രിക്സിലെ ഓരോ എലമെന്റിനെയും കോൺസ്റ്റന്റ് ആയ കെ കൊണ്ട് ഗുണിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 6 × 1 6, 6 × 2 12,
6 × 3 18, 6 × 4 24. അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സ്കെയിലാറിനെ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി. അങ്ങനെ നമുക്ക് നോക്കാം. കെ എന്ന് പറഞ്ഞൊരു ഒരു സ്കെയിലാറും എ എന്ന് പറഞ്ഞൊരു മെട്രിക്സും A11, A12, A21, A22 ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ മക്കളെ? കെ കൊണ്ട് എല്ലായിടത്തും വിളിച്ചേക്കുക. അപ്പൊ K × A11, K × A11, K × A12, K × A21, K × A22. വളരെ നിസ്സാരമായിട്ട് നമുക്ക് ഈ കണക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ എന്തൊക്കെയാണ് നിയമം? ഒരു കോൺസ്റ്റന്റ് കൊണ്ട് ഒരു മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ മെട്രിക്സിന്റെ എല്ലാ ടേമിനെയും ആ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. റൂൾ വളരെ എളുപ്പമാണ്. എക്സാമ്പിൾ കിടക്കുന്നുണ്ട്. ഉദാഹരണം നമുക്ക് നോക്കാം. സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ കോസ് തീറ്റ മൈനസ് കോസ് തീറ്റ സൈൻ തീറ്റ എന്നൊരു കണക്ക് തന്നു. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ സൈൻ തീറ്റ കൊണ്ട് എടുത്ത് ഗുണിക്കണം. ഇപ്പൊ സൈൻ തീറ്റ കൊണ്ട് ഗുണിച്ചാൽ സൈൻ സ്ക്വയർ തീറ്റ ഫസ്റ്റ് എലമെന്റ്, സൈൻ തീറ്റ കോസ് തീറ്റ രണ്ടാമത്തെ എലമെന്റ്. ഇവിടെ ഗുണിച്ചാൽ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ. ഇവിടെ ഗുണിച്ചാൽ സൈൻ തീറ്റ × സൈൻ തീറ്റ സൈൻ സ്ക്വയർ തീറ്റ. ഇതാണ് ഇതിന്റെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ. ഓക്കെ, നമുക്ക് ഇത്തരം പ്രോബ്ലം ചെയ്യാനുണ്ട്. അപ്പൊ രണ്ടാമത്തെ റൂള് മനസ്സിലാക്കി. ഒരു കോൺസ്റ്റന്റും അല്ലെങ്കിൽ ഒരു സ്കെയിലാറും ഒരു മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുന്ന റൂള്, മെട്രിക്സിന്റെ ഓരോ എലമെന്റിനെയും ആ സ്കെയിലാർ കൊണ്ട് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. റൂൾ വളരെ സിമ്പിൾ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് ചെയ്ത കണക്കുണ്ടിൽ ഇപ്പൊ ചെയ്ത കണക്കിന്റെ ഒരു സബ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. A = ഒരു 1 2 3 4, B = 3 4 0 ഒരു രണ്ട് മെട്രിക്സുകളാണ്. നമ്മൾ പറയാം ഫൈൻഡ് 3A - B സമയം എത്രയാണ്? നിങ്ങൾ എന്താ ചെയ്യും? 3 കൊണ്ട് A ഗുണിക്കണം. അപ്പൊ 3 × 1 2 3 4 മൈനസ് B 3 4 0. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? 3 കൊണ്ട് ഗുണിക്കുമ്പോ 3 × 1 3, 3 × 2 6, 3 × 3 9, 3 × 4 12 മൈനസ് 3 4 0 ഈക്വൽ ടു സബ്ട്രാക്ട് ചെയ്യാം. എങ്ങനെ സബ്ട്രാക്ട് ചെയ്യും? 3 - 3 0, 6 - 4 2, 9 - 0 9, 12 - 1 11. ഇതാണ് നിങ്ങളുടെ ഫൈനൽ ആൻസർ. അപ്പൊ നമുക്ക് സ്കെയിലാറിന്റെ മൾട്ടിപ്ലിക്കേഷന്റെ റൂളും മനസ്സിലായി. ബാക്കി നമുക്ക് വരും ക്ലാസ്സുകളിൽ